ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഉണ്ണിക്കണ്ണൻ്റെ ഈ ഒരു കുഞ്ഞു ഫോട്ടോ എളുപ്പത്തിൽ എങ്ങനെ വരച്ചെടുക്കുകയെന്ന് നോക്കാം. കുട്ടികൾക്കും വരയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. ആദ്യം നമുക്ക് കണ്ണുകൾക്ക് താഴെയായിട്ടുള്ള ആ ഒരു ലൈൻ മാർക്ക് ചെയ്തെടുക്കാം. ഒരു ചെറിയൊരു റാബോ ഷേപ്പിലായിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഇടതുവശം ചെറിയൊരു ചരിവുള്ളതായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ അതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു മാർക്കിൻ്റെ ഏകദേശം ഒരു സെൻറ്ററിൻ്റെ ഭാഗം കണക്കാക്കി ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കണ്ണുകൾ വരച്ചു തുടങ്ങാം. ചിത്രത്തിലുള്ളത് പോലെ തന്നെ ആ ഒരു കണ്ണിൻ്റെ ഷേപ്പ് നമുക്ക് പേപ്പറിലേക്ക് വരച്ചെടുക്കാം. വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ചിത്രത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് എന്നോടൊപ്പം വരച്ച് പഠിക്കാം. ഇപ്പം ഒരു കണ്ണ് അവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ആ ഒരളവിൽ തന്നെ നമുക്ക് ഇപ്പോഴത്തെ കണ്ണ് വരച്ചെടുക്കാം. അതിനായിട്ട് ആ ചിത്രത്തിലേത് കണ്ണിൻ്റെ തമ്മിലുള്ള അകലം ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് പേപ്പറിൽ മാർക്ക് ചെയ്ത് കണ്ണിൻ്റെ മുകൾ വശത്ത് അതും ജസ്റ്റ് ഒന്ന് ലൈൻ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ കണ്ണിൻ്റെ ഔട്ട്ലൈനോട് വരച്ചെടുക്കാം. ഇപ്പോൾ കണ്ണുകൾ രണ്ടും വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് കണ്ണിൻ്റെ സെൻറ്റർ കണക്കാക്കിയിട്ടൊരു നീളത്തിലൊരു ലൈറ്റായിട്ട് വരച്ചിടാം. അത് നമ്മുടെ മുഖത്തിൻ്റെ സെൻറ്റർ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പം ആ കണ്ണുകളുടെ മൂക്കിലെ ഗ്യാപ്പ് നമ്മൾ നോക്കിയിട്ട് ചിത്രത്തിൽ നോക്കിയിട്ട് ശേഷം നമുക്ക് പേപ്പറിലേക്ക് മൂക്കിൻ്റെ ഔട്ട്ലൈൻ വരച്ചെടുക്കാം. ഞാൻ സെൻട്രൽ ലൈൻ കണക്കാക്കി നമുക്ക് സെൻട്രൽ ലൈനിൽ നിന്ന് വരച്ചു തുടങ്ങും. അതിന് മേൽച്ചുണ്ട് മൂക്കിൻ്റെ നിന്നും ചിത്രത്തിൽ എത്ര അകലത്തിലാണ് നിൽക്കുന്നത് നോക്കി ഏകദേശം നോക്കിയിട്ട് ഇത് രണ്ട് സൈഡിലോട്ടും ആ സെൻട്രൽ ലൈനിൽ നിന്ന് വരയ്ക്കാം. നമ്മൾ എഡ്ജിൽ നിന്ന് തിരിച്ച് വരയ്ക്കരുത്, അപ്പോൾ നമ്മൾ അവിടെ തെറ്റിപ്പോവും. കറക്റ്റ് നമ്മൾ ആ സെൻട്രൽ ലൈൻ ഇട്ടതിൽ നിന്ന് രണ്ട് വശത്തേക്ക് നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വായുടെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് രണ്ട് കണ്ണുകൾക്കും അകലം കണക്കാക്കി സെൻറ്റർ ഭാഗം വരുന്നതൊക്കെ വെച്ച് നമുക്ക് ആ കുറി വരച്ചെടുക്കാം. ഒരു യു ഷേപ്പിൽ ഞാനിപ്പോൾ അത് വരച്ചിട്ടുണ്ട്. കുറിയിൽ നിന്ന് ആ കണ്ണിൻ്റെ മുകളിലെ ആ ഗ്യാപ്പും കുറിയിൽ നിന്നുള്ള അകലം ഏകദേശം കണക്ക് ഒരു ലൈൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ആ പുരികങ്ങൾ വരച്ചെടുക്കാം. ഞാനിപ്പം രണ്ട് പുരികം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പുരികത്തിൻ്റെ ഗ്യാപ്പും ആ മുടിയുടെ ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് നമുക്ക് ആ മുടി പുരികത്തോട് ചേർന്ന് തന്നെ മുടിയുടെ ഷേപ്പ് വരുന്നത്. അപ്പം ആ മുടി അവിടെ നിന്ന് നമുക്ക് ആ ഗ്യാപ്പിൽ വലിയ വ്യത്യാസമില്ലാത്തതുകൊണ്ട് നമുക്ക് ഔട്ട്ലൈൻ പ്രശ്നമില്ലാതെ വരച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ പുരികം കണക്കാക്കി നമുക്ക് മുടി വരച്ച് തുടങ്ങാം. അപ്പോൾ ഞാൻ മുടി വരച്ച് ഏകദേശം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒറ്റ സൈഡ് തന്നെ വരച്ചങ്ങ് പോകാൻ ശ്രമിക്കരുത്. അപ്പോൾ ഞാൻ രണ്ട് കണ്ണുകൾക്കും നേരെയായിട്ട് ഹെയർ വരച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ കാതുകൾ വരുന്നത്. അപ്പം ആ ഒരു കാതിൻ്റെ ഷേപ്പ് ചിത്രത്തിൽ അതേ ഷേപ്പ് നമുക്ക് പേപ്പറിലേക്ക് വരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ നമ്മൾ ആദ്യമേ തുടക്കത്തിലിട്ട ഒരു ലൈൻസ് എല്ലാം ആവശ്യമില്ലാത്ത ലൈൻസ് എല്ലാം ഇറേസ് ചെയ്ത് കളയാണ്. നിങ്ങളത് അവസാനം ചെയ്താലും മതി. ഇപ്പം ഞാൻ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ആവശ്യമില്ലാത്ത ലൈൻസൊക്കെ മായ്ച്ചു കളയാണ്. നമുക്ക് കൈ വരച്ച് തുടങ്ങാം. ആ ഒരു കാതിൻ്റെ ഭാഗത്ത് നിന്ന് കവളിലായിട്ട് വെച്ചിരിക്കുന്ന രീതിയിലാണ് ചിത്രത്തിൽ കൈകളുള്ളത്. അപ്പം ആ ഒരു വളവ് നമ്മൾ വരയ്ക്കുന്ന ഔട്ട്ലൈനിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പം ഓരോ വിരലുകളായിട്ട് നമുക്ക് ചിത്രത്തിലുള്ളതുപോലെ നോക്കി സാവധാനം വരച്ചെടുക്കാം. അപ്പം ഞാൻ ആ ഒരു സൈഡിലെ കൈ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വായിൽ നിന്നും
താടി എത്ര അകലം ഉണ്ടെന്ന് നോക്കി ഏകദേശം കണക്കാക്കി നമുക്കൊരു ഒരു യു ഷേപ്പിലായിട്ട് താടി വരച്ചെടുക്കാം. ഇപ്പം ഞാൻ താടി വരച്ചെടുത്ത് കൈകളപ്പം വരച്ച് കഴിഞ്ഞാൽ ഇനി ഒന്ന് ഈ സൈഡിലെ കാത് കൂടെ വരച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ വരച്ചെടുക്കുകയാണ്. ഇനി ആ കൈയിൻ്റെ ബാക്കി ഭാഗം നമുക്ക് വരച്ചെടുക്കാം. ഇനി അവിടെ നിന്ന് കൈ വരച്ച് നിർത്തിയെടുത്ത് നമുക്ക് മുകളിലോട്ട് കുറച്ച് മുടി വരച്ച് നടത്താം. ഇപ്പം ചിത്രത്തിൽ ഡ്രസ്സിൻ്റെ ഭാഗമായുള്ള ഷാളിലെ കുറച്ച് ഭാഗം കാണുന്നുണ്ട് 2 വശത്തായിട്ട് കൈകളുടെ. കയ്യിലെ ആ ആവരണം ഒന്ന് വരച്ചെടുക്കാം. ഇനി അടുത്ത കൈ നമുക്ക് വരച്ചെടുക്കാം. ആദ്യം വരച്ച കൈയിൽ നിന്ന് നീളത്തിൽ ജസ്റ്റ് ഒരു വര വരച്ചിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വരച്ചെടുക്കാം. ഇനി കയ്യിൽ നിന്നും നമുക്ക് മുകളിലേക്ക് ആദ്യം വരച്ചതുപോലെ ആ ഹെയർ ചിത്രത്തിലുള്ളതുപോലെ ഹെയറിൻ്റെ ഷേപ്പ് നോക്കി വരയ്ക്കാം. ഇപ്പം ചുരുണ്ട മുടിയുടെ ആ ഒരു സങ്കല്പത്തിൽ ഇപ്പം മുടി പറന്ന് നിൽക്കുന്നത് പോലെ നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാം. ഇനി ആ മുടിയിലേക്ക് കാണുന്ന ആ ഒരു ചെറിയൊരാഭരണം അത് നമുക്ക് വരച്ചെടുക്കാം. അടുത്തത് ആ നൈൽപ്പീലിയുടെ ഇതിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടാൽ മതി. ഇനി ആ മാലകളൊന്ന് നമുക്ക് വരച്ചെടുക്കാം. ഇനി അടുത്ത സൈഡിലുള്ള ഷാളും കൂടെ വരയ്ക്കാം നമുക്ക്. അപ്പം നമ്മൾ ഔട്ട്ലൈൻ വരച്ചിരുന്നു. ഇനി നമുക്ക് കളർ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കളർ ചെയ്ത് തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് നീഡൽ ഇറേസർ വെച്ച് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മായ്ച്ചെടുക്കാം. നീഡൽ ഇറേസർ ഇപ്പം ഓൺലൈനിൽ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഇറേസർ വെച്ച് ചെയ്താലും മതി. ആദ്യം നമുക്കിപ്പോൾ ഇതുപോലെ ഒരു ലൈറ്റ് ബ്ലൂ വെച്ച് സ്കിന്ന് ഫുള്ളൊന്ന് കളർ ചെയ്തെടുക്കാം. ഞാനിവിടെ ഫുള്ള് ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വൈറ്റ് പെൻസിൽ വെച്ച് നമുക്കൊന്ന് ഫുള്ളൊന്ന് ലയിപ്പിച്ചെടുക്കാം. അപ്പോൾ ആ പെൻസിലിൻ്റെ ലൈൻസായിട്ട് കിടക്കുന്നതൊക്കെ ഒന്ന് നമുക്ക് സ്മൂത്തായിട്ട് കിട്ടും. ഇനി നമുക്ക് ഡാർക്ക് ബ്ലൂ വെച്ച് ആ എഡ്ജ് ഭാഗം ഫുള്ളൊന്ന് ലൈറ്റായിട്ട് ഓവറായിട്ട് കൊടുക്കുക. നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. ആ മുടിയുടെ എഡ്ജ് ഭാഗം മുഖത്തിൻ്റെ സൈഡ് വരുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് ഷെയ്ഡ് ചെയ്യാം. വീഡിയോയുടെ ലെങ്ത് കൂടുതലായതുകൊണ്ടാണ് ഞാൻ സ്വല്പം സ്പീഡ് ആക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന പോലെ മുഖത്തിന് സൈഡുകളിലെല്ലാം ഒന്ന് ലൈറ്റായിട്ട് ഒരുപാട് പെൻസിലിന് ഒരുപാട് ബലം കൊടുത്ത് ഷെയ്ഡ് ചെയ്യാതെ ലൈറ്റായിട്ട് ഒരു മീഡിയം പരുവത്തിൽ ഷെയ്ഡ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ലൈറ്റ് പെൻസിൽ വെച്ച് ഇതുപോലെ ലൈറ്റായിട്ട് അതൊക്കെ ഒന്ന് ലയിപ്പിച്ച് ഒരുപാട് പെൻസിലിൻ്റെ ലൈൻസൊക്കെ നമുക്ക് ലയിപ്പിച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ ഫുള്ള് ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് പെൻസിൽ വെച്ച് ഹെയർ വരച്ചെടുക്കാം. അതിനായിട്ട് ഹെയറിൻ്റെ നമ്മുടെ സ്കിന്ന് വരച്ചിരിക്കുന്നതിൻ്റെ ആ എഡ്ജ് സ്കിന്നിനകത്തോട്ട് കയറാത്ത രീതിയിൽ നമുക്ക് പതുക്കെ ഷെയ്ഡ് ചെയ്ത് എടുക്കാം. അപ്പം ഹെയറിൻ്റെ ബ്ലാക്ക് കൊടുക്കുമ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അടിച്ചു കളയരുത്. ഹെയർ വരുന്ന ആ ഒരു ഷേപ്പ് നമ്മൾ ആൾറെഡി വരച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഷേപ്പിനനുസരിച്ച് വേണം നമ്മൾ ഇപ്പം ഞാൻ വീഡിയോ കാണിക്കുന്ന പോലെ നമുക്ക് അടിച്ചെടുക്കാൻ. നമ്മളിവിടെ ഹെയർ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പെൻസിലൊന്ന് നല്ലപോലെ ഷാർപ്പൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പുരികങ്ങൾ ഷെയ്ഡ് ചെയ്തെടുക്കാം. ആ ഒരു നമ്മൾ ഔട്ട്ലൈൻ വരച്ചിട്ടിരിക്കുന്നതിൻ്റെ ആ ഒരു ഇത് ഷേപ്പിന് പുറത്തോട്ട് പോകാതെ സാവധാനം നമുക്ക് അതിനകത്തുള്ളിൽ നിർത്തിക്കൊണ്ട് വരച്ചെടുക്കാം. നമ്മൾ പുരികം വരച്ച് കഴിഞ്ഞ് നമുക്ക് കണ്ണ് വരച്ചെടുക്കാം. എപ്പോഴും കണ്ണുകളും പുരികങ്ങളൊക്കെ ഡീറ്റെയിലായിട്ട് നമ്മൾ വരയ്ക്കാൻ നേരത്ത് നമ്മൾ പെൻസിൽ നല്ല ഷാർപ്പൻ ചെയ്ത് കോർപ്പിച്ച് ശേഷമേ നമ്മൾ അത് വരയ്ക്കാൻ തുടങ്ങാവുള്ളൂ. ഇപ്പം നമ്മൾ കണ്ണുകൾ കൊണ്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് കൃഷ്ണമണിക്കകത്ത് കളർ ചെയ്തെടുക്കാം. അതിന് ചിത്രത്തിൽ കൃഷ്ണമണിയുടെ എഡ്ജ് ഭാഗത്ത് ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡുണ്ട്. അപ്പോൾ അത്ര ഭാഗം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയെല്ലാം ബ്ലാക്ക്, പിന്നെ അകത്ത് ഹൈലൈറ്റ് ആയിട്ട് 2 ഡോട്ടുകളുണ്ട്, അതും ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ഫുള്ള് ബാക്കി ഭാഗങ്ങൾ ഫുള്ള് നമുക്ക് മുഴുവൻ ബ്ലാക്ക് അടിച്ചെടുക്കാം. ഇപ്പോൾ കണ്ണൊക്കൊപ്പം തന്നെ മൂക്കുകളും ഔട്ട്ലൈൻ്റെ പുറത്തൂടെ ഞാൻ ബ്ലാക്കിന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വായുടെ ഔട്ട്ലൈൻ്റെ ബ്ലാക്ക് വരുന്ന ഭാഗങ്ങളെല്ലാം സാവധാനം വരച്ചെടുക്കാം. വായ്ക്കുള്ളിലായിട്ട് നമ്മൾ ബ്ലാക്ക് അടിക്കുമ്പം ആ പല്ലായിട്ട് വൈറ്റ് ചെറുതായിട്ട് കാണുന്നുണ്ട്, പിന്നെ നാക്കുണ്ട്. അത് രണ്ടും നമ്മൾ വിട്ടു. ഇനി നമുക്ക് നാക്കിന് ഒരു ലൈറ്റായിട്ട് പിങ്ക് കളർ വെച്ച് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്ലാക്കിന് ചിത്രത്തിൻ്റെ ഔട്ട്ലൈൻ എല്ലാം ഒന്ന് തെളിയിച്ചെടുക്കാം ബാക്കിയുള്ള ഭാഗങ്ങൾ. അപ്പം മുഖം ഏകദേശം നമ്മൾ വരച്ചു കഴിഞ്ഞു. അപ്പം താടിഭാഗത്തിന് താഴെയായിട്ട് കുറച്ച് ബ്ലാക്ക് നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫുള്ള് ബ്ലാക്ക് നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓറഞ്ച് വെച്ച് ആ മുടിയിൽ ഇരിക്കുന്ന 2 പൂ പോലുള്ളത് നമുക്ക് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഈ കൃഷ്ണമണിയുടെ എഡ്ജ് ഭാഗത്തായിട്ട് കാണുന്ന ഡാർക്ക് ബ്ലൂ നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാം.
നമുക്ക് ഓറഞ്ചും വയലറ്റും വെച്ച് ആ പീലിയുടെ കണ്ണൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇനി ലൈറ്റ് ഗ്രീൻ വെച്ച് മയിൽപ്പീലിയുടെ ആ ഒരു ഇതളുകൾ നമുക്ക് ഒന്ന് വരച്ചെടുക്കാം. ശേഷം ഒരു ബ്രൗൺ വെച്ച് നമുക്ക് നമ്മൾ പീലിയുടെ സെൻറ്ററിലായിട്ട് വരച്ച് കണ്ണിൻ്റെ സൈഡ് ബോർഡർ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം നമുക്ക് ലൈറ്റായിട്ടൊന്ന് പീലിയുടെ നാടിലേക്ക് ഒന്ന് ഒരുപാട് ഡാർക്കാക്കാതെ ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ലൈറ്റ് ഗ്രീൻ വെച്ച് വരച്ച പീലിയുടെ നാരുകൾക്ക് മുകളിലൂടെ ഒരു ഡാർക്ക് ഗ്രീൻ വെച്ച് ഇടയ്ക്കിടയ്ക്ക് അവിടെ ആയിട്ട് ലൈൻസ് നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. അതിന് ഞാൻ ഈ ഒരു കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഈ കളർ ഇല്ലെങ്കിൽ അതിൽ ലൈറ്റായിട്ടുള്ള കളർ എടുത്ത് ഷെയ്ഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് ആ ഒരു ഷാളും കൂടെ ഷെയ്ഡ് ചെയ്തെടുക്കാറുണ്ട്. അതിൽ ചിത്രത്തിൽ ബ്ലൂ തന്നെ കൊടുത്തിരിക്കുന്നത്. ഞാൻ അപ്പം ഒരു വ്യത്യാസമായിട്ട് കാണിക്കാൻ വേണ്ടി പിങ്കും നമുക്കൊരു വയലറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചിത്രം പൂർത്തിയായിട്ടുണ്ട്. നിങ്ങളും വരച്ച് പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത് ഇനി ആരെ വരയ്ക്കണമെന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ നമുക്ക് വരയ്ക്കാൻ ശ്രമിക്കാം.